ഞങ്ങൾ എന്ത് ചെയ്താലും മിണ്ടാതിരിക്കുന്നത്. ഞങ്ങളിപ്പോ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കാണിച്ചു കൊടുക്കാം. അമ്മൂസന്റെ നമ്പർ ഉണ്ടായി, അതുകൊണ്ടാണ് പൊത്തി പിടിച്ചത്. സ്റ്റേഷനിൽ പോയിട്ട്, അതായത് യൂണിവേഴ്സിറ്റി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തതിന്റെ റെസീപ്റ്റ് ആണത്. ഇത് ചെയ്തെന്തിനാണെന്നറിയോ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു ടൂറിസ്റ്റ് ബസ് ഇറക്കിയിരുന്നു ഇന്നലെ രാത്രി. വണ്ടിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഡിക്കിയിലും ആരോ ആണിയോ എന്തോ ഒരു ഇരുമ്പിന്റെ സാധനം വെച്ചിട്ട് മൊത്തം വരച്ചിട്ടുണ്ട്. പെയിന്റ് ഒക്കെ കളഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പിടിക്കും. ആരാണോ അത് ചെയ്തത് ഉറപ്പായിട്ടും കാണിക്കും. കാരണം എന്താ പറയുക, ആ വരച്ച ഭാഗം മാത്രമല്ല, ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് അടിക്കണം. എത്ര പൈസ മുടക്ക് വരും അറിയോ നിങ്ങൾക്ക്? അല്ല, വാങ്ങിക്കണം. അവനെ കിട്ടിക്കഴിഞ്ഞാല് അതിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം. എത്രയാണോ അതിന്റെ ബില്ല്, അത് അവനെ കൊണ്ട് തന്നെ അടപ്പിക്കും. ഇത് ഞങ്ങൾ വെറുതെ വിട്ടു കഴിഞ്ഞാല് നാളെ ഇവൻ വന്നിട്ട് വല്ല വണ്ടിയുടെ ബാറ്ററി, ഉള്ളിൽ TV, പല സാധനങ്ങളും ഉണ്ട്, എല്ലാം അടിച്ചിട്ട് പോകും. അവൻ ഇതിൽ വേറൊരു സാധനം കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്താന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. നമ്മുടെ വണ്ടി കമന്റ് ബോക്സ് അല്ല. ഓക്കെ, നിങ്ങളുടെ തോന്നിയ പോലെ വല്ലതും വരയ്ക്കാനും കുത്താനും നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് കമന്റ് ബോക്സ് അല്ല. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ പല വഴിക്കും വണ്ടി വരും, പല സ്ഥലങ്ങളും നിർത്തിയിടും. അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുമ്പോ ഈ വീഡിയോ ഒന്ന് ആലോചിച്ചോതാ, ഈ സാധനം ഒന്ന് ആലോചിച്ചാൽ മതി. ഇനി മുതൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾ ആക്ഷൻ എടുത്തിരിക്കും. ഓക്കെ, വുമൺ ഇൻ സിനിമ കളക്റ്റീവ് ഭയങ്കരമായ സംഘടനയാണത്. അതായത് സിനിമയിലെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന, അതായത് സിനിമയിലെ ഒരു കഥാപാത്രമാണെങ്കിൽ പോലും സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ടോ, സ്ത്രീ വിരുദ്ധത ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അവർ അമ്മ എന്ന സംഘടനയെ അമ്മ എന്നല്ല വിളിക്കുക, ഒരു AMMA എന്നാണ് വിളിക്കുക. കാരണം അതാണ് അതിനുള്ള യോഗ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇത് മോഹൻദാസിന്റെ ഒരു സിനിമ വരുന്നുണ്ട്, നമ്മുടെ യാഷ് നായകനായ ടോക്സിക്. അതിന്റെ ട്രെയിലർ ഈ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിനകത്ത് ഒടിഞ്ഞ സ്ത്രീ വിരുദ്ധത നിങ്ങളൊക്കെ പലരും കണ്ടിരിക്കുമല്ലോ. അത് ചെറുതായിട്ട് പാളിയിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. നിങ്ങൾ പറയുന്നതെന്ന് ചെയ്യുന്നത് മറ്റൊന്നെന്ന് പറയുന്നത്. അപ്പം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ ഈ സംഭവങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ WCC അംഗമായ മറിയം ജോസഫാണ് മറുപടി നൽകിയിരിക്കുന്നത്. എന്താണ് മറുപടി എന്ന് വെച്ചാൽ, ഗീതുവിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സംഘടനയ്ക്കുള്ളിൽ പറയുമെന്നും ഞങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മാത്രം കാര്യമാണെന്നുമാണ്. മനസ്സിലായില്ലേ? ഈ പറയുന്ന പാർവതി തിരുവോത്തും പിന്നെ ഇവരൊക്കെ അമ്മ എന്ന സംഘടനയുമായിട്ട് സംസാരിക്കാൻ പോയപ്പോൾ അവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അതായത് ഇത് നമ്മുടെ ഈ അമ്മ എന്നൊക്കെ ഒരു ഫാമിലി അല്ലേ, നമ്മൾ ഈ സിനിമാ മേഖലയുടെ ഫാമിലി അല്ലേ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് സംസാരിച്ചാൽ പോലെ, ഇവിടെ നിന്ന് പറഞ്ഞ് നമുക്ക് തീർത്താൽ പോലെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു പറ്റില്ല, അങ്ങനെ നടക്കുന്നു, ഞങ്ങൾ ചോദിക്കും, ഇത് മറുപടി എല്ലാം നാട്ടുകാരോട് പറയണം, അങ്ങനെ എങ്ങനെയാണ് അവിടെ പ്രശ്നം ഉണ്ടായിട്ടാണ് അവിടുന്ന് മെസ്സേജ് പോകുന്നത്. അപ്പോൾ അവനവൻ്റെ കാര്യം വന്നപ്പോൾ, അവനവൻ്റെ സംഘടനയിലെ ഒരു കാര്യം വന്നപ്പോൾ ഞങ്ങളുടെ പാടായി, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർത്തോളാം, നിങ്ങൾ അങ്ങ് കൂടുതൽ ഇടപെടണ്ട, നിങ്ങൾ അങ്ങനെ കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കണ്ട, അതും സ്ത്രീ വിരുദ്ധതയിൽപ്പെടുത്തി നിങ്ങൾ അകത്താക്കാനും ഞങ്ങൾ മടിക്കൂല. വളരെ ഞെട്ടലോടുകൂടി നമ്മളൊരു ദൃശ്യം കണ്ടു അല്ലെ. ഒരു വിദ്യാർത്ഥി പ്രിൻസിപ്പളിന്റെ റൂമിൽ കയറിയിട്ട് പ്രിൻസിപ്പളിനെ ഞെട്ടിക്കുകയാണ്, നീ പുറത്തേക്ക് ഇറങ്ങണം, നിന്നെ ഞാൻ തീർത്ത് കളയുന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് നമ്മൾ വളരെ ഉൾട്ടയായിട്ടുള്ള വാർത്തയാണ് അറിയുന്നത്. അതായത് വിദ്യാഭ്യാസ മന്ത്രി ഈ പ്രിൻസിപ്പാളിനെതിരെയും ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചവർക്കെതിരെയൊക്കെ അന്വേഷണം നടത്തുകയും കേസെടുക്കുകയൊക്കെ ചെയ്തു. എന്താ അപ്പോഴേ നമ്മൾ പറഞ്ഞു, അതാണോ വേണ്ടത്? ഈ പയ്യന് കാര്യമായ എന്തെങ്കിലും ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് കൊണ്ടുപോയിട്ടൊന്ന് നന്നാക്കി എടുക്കണം, അല്ലെങ്കിൽ ഇവനെ പോലുള്ളവരൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ബാക്കി ആളുകൾക്ക് പണി കിട്ടുമെന്ന്. ഇന്നലെ ഇപ്പം അതിന് ആക്കം കൂട്ടുന്ന രീതിയിലാണ് രണ്ട് വാർത്തകൾ നമ്മൾ കേട്ടത്. SIയെ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ച് +2 വിദ്യാർത്ഥി. അക്രമം വീട്ടിൽ പോകാൻ പറഞ്ഞതിൽ പ്രകോപനായി. പോലീസുകാരനെ വരെ കഴുത്തിൽ പിടിച്ച് നിലത്തിട്ടടിക്കുകയാണ് വിദ്യാർത്ഥികൾ. എന്തിനാണ്? സ്കൂൾ വിട്ടിട്ട് ചുറ്റിക്കറങ്ങാതെ വീട്ടിൽ പോകാൻ പറഞ്ഞത്. എങ്ങനെയുണ്ട്? ഇനി മറ്റൊരു വാർത്ത. വട്ടിയൂർക്കാവിൽ സ്കൂൾ ബസ്സിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് തെറ്റു. വിദ്യാർത്ഥി പോലീസ് കസ്റ്റഡിയിൽ. എങ്ങനെയുണ്ട്? നല്ല നല്ല വാർത്തകളല്ലേ നമ്മുടെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ഈ പിള്ളേരുകൾ എങ്ങനെ ആവുന്നു, എന്താണ് അതിനുള്ള കാരണം എന്ന് പഠിച്ച് അത് മാറ്റാനുള്ള വഴികൾ തേടാതെ ഈ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെയും വീഡിയോ എടുത്തവർക്കെതിരെയൊക്കെ കേസെടുത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനത്തെ അക്രമ സംഭവങ്ങൾ ഇങ്ങനെ കൂടി വരും. സ്കൂൾ പരിസരങ്ങളിൽ വ്യാപകമായി കഞ്ചാവ് DMA വിൽപ്പന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിള്ളേരെ ഏതോ ഒരു ദിശയിലൂടെ വഴിക്കുന്നുണ്ട് കാര്യമായിട്ട്. അത് കണ്ടുപിടിക്കാനുള്ള വിദ്യാഭ്യാസം